ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഒരു കാര്യം, ഇത്തരത്തിൽ മന്ത്രവാദത്തിനെ രണ്ടിനെ ബാലൻസ് ചെയ്ത്, യുക്തിവാദത്തെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൈവിക ചിന്തയെ രണ്ടിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ്. മാത്രമല്ല CPM ഏതാണ്ട് ആ നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മന്ത്രവാദത്തെ, കൊലപാതകം നടന്ന മന്ത്രവാദത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. നടന്ന മന്ത്രവാദത്തിനെ തികച്ചും എതിർക്കുവാൻ വേണ്ടിയിട്ട് യുക്തിവാദികളും ഭക്തിവാദികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് അനുകൂലം ഉണ്ടാകുന്നത്? അത് ഉത്തരം പറ. മന്ത്രവാദം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് വിഭിന്നമായി നിൽക്കുന്ന ഒരു വസ്തുതയാണ്. വിശ്വാസം അല്ലെങ്കിൽ മതത്തിനോടുള്ള താല്പര്യം അതൊന്നും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ന് നമ്മുടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്പം പരാജയപ്പെട്ടു. പരിവർത്തനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പരിവർത്തനം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. വലിയ അയറണിയാണ് രാഹുൽ ഈശ്വറിന്റെ സംസാരത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആകെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ താഴ്ന്ന സമുദായക്കാരന് കയറുവാൻ വേണ്ടി സമരം നടത്തിയത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അന്ന് അവിടുത്തെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ബഹുമാനപ്പെട്ട സഖാവ് AKG ആയിരുന്നു. P. കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി മണിയടിച്ച് ഇവിടെ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. രാഹുൽ ഈശ്വരെ പോലെ അന്ധവിശ്വാസങ്ങളെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ കോവിലിൽ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയ ഒരാൾക്ക് എങ്ങനെ അന്ധവിശ്വാസത്തിനെതിരെ പോരാടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സ്വാഗതം ചെയ്യാൻ? ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ചോദ്യമാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഉത്തരം പറയും. അദ്ദേഹം തീർച്ചയായും പറഞ്ഞ കറക്റ്റാണ്. കൃഷ്ണ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നവോത്ഥാനം നടത്തിയത് ആരാ? യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും വിശ്വാസിയായ ഗാന്ധിയും ഒക്കെയാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. നിരീശ്വരവാദികളല്ല, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും വിശ്വാസിയായ ഗാന്ധിയും ഒക്കെയാണ്. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.